2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഒരുപക്ഷെ ബി ജെ പി ഒന്നും കൂടെ ശക്തി കൂട്ടിക്കൊണ്ടായിരിക്കുമോ 29 ഇറങ്ങാൻ പോകുന്നത്? അതോ ഇന്ത്യ മുന്നണി ഈ പാറ്റ പാർട്ടി ഒക്കെയായിട്ട് പുതിയ രൂപത്തിലെങ്ങാനും അവതരിക്കും? ബി ജെ പിയോ? ബി ജെ പി അല്ല, ബി ജെ പിയെ നേരിടാൻ ആര്? കോൺഗ്രസോ? അല്ല, ഇതിൻ്റെ കാര്യം അടുത്ത ലോക്സഭാ ഇലക്ഷൻ എനിക്ക് അതിന് കൗതുകം ബി ജെ പി എങ്ങനെ നേരിടുന്നുണ്ട്. കാരണം ബി ജെ പിക്ക് അത് കഴിഞ്ഞൊരു 13-12 വർഷമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക മോഡിയുടെ അണ്ടറിൽ. ഈ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചത് ആദ്യത്തെ 10 വർഷങ്ങളിൽ അവരുടെ ഹാർഡ് ഹിന്ദുത്വ വോട്ട് ബാങ്കിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി. അതായത് രാമക്ഷേത്രമാണെങ്കിലും ഭരണഘടനയെ 370 വകുപ്പാണെങ്കിലും അങ്ങനെ ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇമ്പോസിബിൾ എന്ന് കരുതിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അവർ നടപ്പിലാക്കി. ഇനി ആപ്പാട് അതിൽ ബാക്കി കിടക്കുന്നത് ഏക സിവിൽ കോഡാണ്. ഏക സിവിൽ കോഡ് ഇത്തവണ ഭൂരിപക്ഷം കിട്ടിയിരുന്ന ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയായിരുന്നു. അപ്പം ഇവരുടെ ഹിന്ദുത്വ ഹാർഡ് എലിമെൻറ്റ്സ് വളരെ ഹാപ്പിയാണ്. സോഫാർ സോ ഗുഡ്. അടുത്ത വർഷം വരുന്നത് ഇവരുടെ മറ്റ് പൊതുസമൂഹത്തെ പിടിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവരുടെ മിഷൻ്റെ ഭാഗമാണ്. പിടിക്കാന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചെയ്താൽ മതി. ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു മിഷനാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ ഉജ്ജൽ സ്കീമാണെങ്കിലും ലേഡി പഠാവോ ലേഡി അല്ല പെങ്കൊച്ച് പഠിപ്പിക്കുക, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് അത് അവർ അതിനൊന്നാം ഘട്ടമാണ് നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് പിന്നെ വിദേശകാര്യ രംഗത്ത് അവരെടുക്കുന്ന നിലപാടുകൾ. അതുവരെ പാകിസ്ഥാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കും, ഇന്ത്യ ക്ഷമിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു ഇടയ്ക്ക് നമ്മൾ പൊട്ടിക്കുന്നുണ്ടായി, പക്ഷെ ആരും അറിയുന്നില്ല. ഇത് ഓപ്പണായി തന്നെ പൊട്ടിച്ചുകൊണ്ട് തിരിച്ചടി കൊടുക്കാൻ പറ്റും. അപ്പോൾ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അവരെ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയത് ഈ പാകിസ്ഥാൻ കൊടുത്ത തിരിച്ചടിയിലാണ്. അതുവരെ നമ്മൾ കണ്ട അവന്മാരടിക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു ഉടായ്പാണ്, പക്ഷെ അതിൽ അവർ കൺസിസ്റ്റൻ്റാണ്. മാത്രമല്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ത്യയോടുള്ള സമീപനം എന്തായിരിക്കും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതും വളരെ സക്സസ്ഫുള്ളായി ഹാൻഡിൽ ചെയ്യാൻ മോഡിക്ക് പറ്റി. ഈ 3 സ്ട്രോങ് ഹോൾഡ് 3 പില്ലറിൻ്റെ മുകളാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. അത് 3 സോ ഗുഡാണ്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ ഇച്ഛാപത അഴിമതി ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല. വന്ന വലിയ അഴിമതി ആരോപണങ്ങളാണ്. അതായത് കോർപ്പറേറ്റ് അഴിമതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളും പിന്നെ മറ്റേ റഫേൽ ഇടപാടുകൾ അതൊക്കെ കോടതി തള്ളിക്കളയുകയും ചെയ്യും. അല്ലാതെ മന്ത്രി ഉത്തര മേടിച്ചു എന്നുള്ള അലമ്പ് അഴിമതി കേസൊന്നും ചന്ത അഴിമതി കേസൊന്നും വന്നിട്ടില്ല. അതവരുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പം ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് തന്നെ ഈ ജെൻസി പ്രൊട്ടസ്റ്റും അതേപോലെ തന്നെ ഈ പരീക്ഷകൾ നടത്തിപ്പിലുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. അത് ഞാൻ മുമ്പ് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ബി ജെ പി ഗവൺമെൻറ് വന്ന ശേഷം അവർ ഫേസ് ചെയ്യുന്ന റിയൽ ഇഷ്യൂ ഇതാണ്. ഈവൻ കോവിഡ് പോലും അങ്ങനെ ഒരു ഇഷ്യൂ ആയിരുന്നില്ല. കോവിഡ് ഒന്നായ അന്താരാഷ്ട്ര തലത്തിൽ ഒരു എറിഞ്ഞു നോക്കിയതായിരുന്നു. എറിഞ്ഞു നോക്കിയത് ഇസ്രായേലും അമേരിക്കയാണ്. അത് എറിഞ്ഞു നോക്കിയെന്നാന്ന് ഇസ്രായേൽ അമേരിക്കനോട് അല്ലെ മോഡിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് അത് വലിയ വിഷയമൊന്നുമായിരുന്നു. അപ്പം കോവിഡ് കൊണ്ട് ആദ്യപ്പാടിൻ്റെ പിണറായി വിജയൻ ഒരു തവണയും കൂടി ആയുസ് നീട്ടി കിട്ടിയതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകുകയായിരുന്നു ചിലപ്പോൾ. അപ്പം ഈ ജെൻസി പ്രക്ഷോഭത്തിന് പ്രോബ്ലം ഉണ്ട്. ജെൻസി പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അതിൽ ഈ യങ്സ്റ്റേഴ്സിനെ ബാധിച്ചൊരു വിഷയമാണ്. അത് ഓൾ ഇന്ത്യ തലത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പം വലിയ ദേശസ്നേഹവും ഈ അഴിമതി രാഹിത്യവും ഒക്കെ പറയുന്നവർ തന്നെ അവരുടെ അണ്ടറിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ വീഴ്ചയുണ്ട്. ഇത് ചെറിയ വീഴ്ച അല്ല, അതൊരു വലിയ വിഷയമാണ്. അത് പക്ഷേ ടൈമിലി ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന ബി ജെ പിക്കാർ തന്നെ ആയിട്ടുണ്ട് മിഡിൽ ക്ലാസ്സിനെയും കുട്ടികളെയും അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നു എന്നാൽ വിശ്വസനീയമായി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഗവൺമെൻറ് പരാജയം. അവിടെയാണ് ജെൻസി പ്രസ്ഥാനം എന്ന സാധനം വരുന്നത്.
ഈ ജെൻസി എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ യുവ പ്രസ്ഥാനം, യങ് ടേക്സ് എന്നൊക്കെ പറയുന്ന സാധനം. നമ്മൾ ഈ കണ്ട മറ്റവൻ്റെയൊക്കെ വായി കടലെടുത്തുകൊണ്ട് ജെൻസി എന്നുള്ള പ്രയോഗം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാലത്തും യുവത്വം അങ്ങനെ തന്നെയായിരുന്നു. 80-കളിലെ യുവത്വം ഹിപ്പികളായിട്ട് വന്ന അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അന്ന് ക്യാമ്പസ് സമരങ്ങൾ ഉണ്ടായിരുന്നു 70s 60s 1970s 1960s. അതൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഈ മീഡിയക്കാരെ പേര് കൊടുത്തെന്ന് വിചാരിച്ചാൽ നമ്മളങ്ങനെ വിളിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ എന്താണോ അത് വിളിച്ചാൽ യുവാക്കൾക്കിടയിൽ കൗമാരക്കാരെ ഉണ്ടായി അസംതൃപ്തി. പിന്നെ അത് എളുപ്പത്തിൽ അവതരിപ്പിക്കാൻ ജെൻസി ഉപയോഗിക്കാമെന്ന് മാത്രം. ആ ജെൻസി എന്ന് വെച്ചാൽ ഇതുവരെ ആരും കാണാത്ത ആളുകളൊന്നുമല്ല. മുമ്പ് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു വിഷയം ജെന്യുയിനായിരുന്നു. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് BJPയുടെ സിസ്റ്റം പരാജയപ്പെട്ടു. അവിടെ മറ്റവന്മാർ കേറി കളിച്ചു. ആ കേറി കളിച്ചതിൽ അവന്മാർ കുറച്ച് ഇൻട്രോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മോഡി നിലപാട് അദ്ദേഹം വ്യക്തമാക്കി, നടപടി വ്യക്തമായി എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്തിനെതിരെയും വെയിറ്റ് ചെയ്തു. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണമെന്നുള്ള ഫീൽ, ഒരു പ്രതിപക്ഷം വേണമെന്നുള്ള ഫീല് സാധാരണക്കാരുടെ ഇടയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ദർ ഷുഡ് ബി എൻ ഓപ്പോസിഷൻ. അപ്പം അത് അങ്ങനെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി അതൊരു ചെറിയൊരു ഭീഷണി. അത് പക്ഷെ അങ്ങനെ ഒരു ഓപ്പോസിഷന് ഒരു മുഖമില്ല എന്നുള്ളതാണ്. ഇപ്പം DMKക്ക് നിലപാടില്ല ഈ കാര്യത്തിൽ, വിജയ്ക്ക് നിലപാടില്ല ഈ കാര്യത്തിലല്ല, BJPക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്ന കാര്യത്തിൽ ഇവർക്കാർക്കും വലിയ യോജിപ്പൊന്നുമില്ല. കോൺഗ്രസിനെ പലർക്ക് ഇപ്പോഴും കണ്ണെടുത്താൽ കണ്ടുകൂടാ. തൃണമൂലാണെങ്കിൽ തകർന്നടങ്ങും. CPM ബംഗാളിലാണെങ്കിൽ തൃണമൂലിനും CPM പരസ്പരം ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം പ്രതിപക്ഷത്തിന് ഇപ്പോഴും ഒരു മുഖമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്നതിനെ മാതിരി ഒരു പുതിയ പയ്യൻ ഉണർന്ന് വന്ന് വലിയ വിഷയമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് തമിഴ്നാട് പോലെ ഒരു സ്റ്റേറ്റ് അല്ലല്ലോ. ഒരു സ്റ്റേറ്റിലൊക്കെ അത് പറ്റും. ദേശീയ അടുത്ത് ബുദ്ധിമുട്ടാണ്. പ്രധാനമായിട്ടും മറ്റവനുണ്ടല്ലോ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവിടെ ജയിക്കാൻ പറ്റിയത്. പ്രശാന്ത് കിഷോർ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഭീഷണി ഒന്നും ആവില്ല. പക്ഷേ പതുക്കെ ഇത്തരം അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ പതുക്കെ പ്രശാന്ത് കിഷോർ ഒരു പൊട്ടൻഷ്യൽ തെറ്റായി മാറും. അയാൾ ഈ പറയുന്ന പുതിയ കൗമാരക്കാരുടെ സമരം പോലെ ഒരു ദിവസം കൊണ്ട് വന്നതല്ല. അയാൾ കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് ഒരു ചെറിയ അടുത്ത JP ആകാനുള്ള ശ്രമത്തിലാണ്. അതൊരു അപകടമാണ്. അടുത്ത ആവണമെന്ന് അപകടമല്ല, പക്ഷേ ഭാവിയിൽ അപകടമായേക്കാം. അയാൾക്ക് ബുദ്ധിയുണ്ട്. അയാൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഗാന്ധിയുടെയും മറ്റേ ഇയാളുടെയും മെത്തേഡാണ്. ആരെ? ജയപ്രകാശ് നാരായണൻ്റെയും. അതിന് ബീഹാറിൽ UPയിലൊക്കെ ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആ മൂവ്മെൻറ്റ് ജാതിക്കും മതത്തിനും അതീതമാണ്. ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് വലിയൊരു തരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകും. അതിനതീതമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. ഈ ഒരു മൂവ്മെൻ്റ് ഒരു പൊട്ടൻഷ്യൽ തെറ്റാണ്. ഇത് ഇമ്മീഡിയറ്റ്ലി തെറ്റാവില്ല. അയാൾ ആ രീതിയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോവുകയും അയാളുടെ കൂട്ടത്തിൽ റോട്ടൻ ആപ്പിൾസ്, ചീഞ്ഞ ആപ്പിളുകൾ കുത്തിയിട്ടോമാനെ വന്ന് ചേരുകയും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ചിലപ്പോൾ, ഞാൻ പറയാമെന്ന് വരുന്ന ഇലക്ഷനല്ല, വിദൂര ഭാവിയിലെ ഭീഷണിയാകും. അത് നിങ്ങൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതും നിങ്ങളുടെ മേൽ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതും പ്രതീക്ഷകൾ നിലനിർത്തുന്നുള്ള വലിയൊരു ബാധ്യതയാണ്. അത് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നതെന്ന് തന്നെ ആശ്രയിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.